കോളേജ് കഴിയുമ്പം അവൾ അങ്ങോട്ട് വന്നേക്കാന്നാ പറഞ്ഞേക്കുന്നേ. എനിക്ക് അവളെ ഒന്ന് കാണണമെന്നുണ്ടടി. എനിക്കും കാണണമെന്നുണ്ട് ഏട്ടത്തിനെയും ഏട്ടനെയും വീക്കുട്ടനെയും ഒക്കെ കാണണമെന്നുണ്ട്. പക്ഷേ അതൊന്നും നടക്കുന്നില്ലല്ലോ. അവൾക്ക് അറിയത്തില്ല അവളെ എങ്ങോട്ടാ വൈകുന്നേരം പോകുന്നതെന്ന്. അവൾക്ക് അഡ്രസ്സ് മാത്രമേ ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ. അവൾക്ക് ഇവിടെയുള്ള എല്ലാ വീടും അറിയാം. ജീനി, നീ അവിടെ എന്തെടുക്കുവാ? ലക്ഷ്മി, ഞാൻ പിന്നെ വിളിക്കാടാ. ഏട്ടൻ വിളിക്കുന്നുണ്ട്. ഇപ്പൊ ചെന്നില്ലേ? ഇനി അത് മതി. എന്നാ ശരി ഏട്ടത്തി, പിന്നെ വിളിക്കാട്ടോ. വൈകുന്നേരം അവള് അങ്ങോട്ട് വന്നേക്കും. എടി, നാളെ ഉണ്ടല്ലോ അപ്പനും അമ്മച്ചിയും നാട്ടിലോട്ട് പോവാ. ഞാനിവിടെ തന്നെ ഉണ്ടായിരിക്കും. എടി, പക്ഷേ ഉണ്ടല്ലോ നാളെ ഇന്ന് വൈകുന്നേരം എന്നെ ഏതോ ഒരു വീട്ടിൽ കൊണ്ടാക്കൂടി. എടി, നിനക്കറിയത്തില്ലേ നീ എങ്ങോട്ടാ പോകുന്നതെന്ന്? അവര് പറഞ്ഞില്ലേ? എടി ഇല്ലടി, അവരെനിക്ക് അഡ്രസ്സ് മാത്രമേ തന്നുള്ളൂ. ഇന്ന് വൈകുന്നേരം ഞാൻ തന്നെ പോണോടി. അപ്പൊ ഓൾ ദ ബെസ്റ്റ് ഡി. അവിടെ ഞാൻ മാത്രമല്ലടി ഉള്ളത്, വേറെ ആൾക്കാരൊക്കെ ഉണ്ടെന്നാ അമ്മച്ചി പറഞ്ഞേ. അത് അമ്മച്ചിയുടെ ആരാണ്ടൊക്കെയാടിയത്. എടാ അരുണേ, ഇന്ന് വൈകുന്നേരം ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ നമുക്കറിയാത്ത ഏതോ ഒരു കസിൻ വരുന്നുണ്ട്. എന്നെ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. നമുക്കറിയാത്ത കസിനോ? എനിക്ക് തോന്നുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നാ. നിനക്കവിടെ നിന്ന് ഞാനറിയാത്ത കസിന്? ഓ എടാ, ഞാൻ പറയട്ടെ. ഞാനൊരു ദിവസം നിൻ്റെ അച്ഛനും കൂടി സംസാരിക്കുന്നത് കേട്ടായിരുന്നു. എന്തുവാന്നോ, എടാ നമ്മുടെ അച്ഛന്മാർക്കും ആദിത്യ ആൻറ്റിക്കും ഒരു പെങ്ങളുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ തറവാട്ടിൽ 4 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതിൽ ലക്ഷ്മി എന്നാണ് ഏറ്റവും ഇളയതിൻ്റെ പേര്. ആ പുള്ളിക്കാരുടെ മോളാകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാനും കണ്ടിട്ടില്ല. അത് പെണ്ണാണോ ആണാണോ? പെങ്കച്ചാണേ മതിയായിരുന്നു. ആ ബെല്ലടിച്ചു, ആ ക്ലാസ്സിൽ പോവാം. ആ എൻ്റെ കൈ. എടാ എവിടെ നോക്കിയാണ് നടക്കുന്നേ? ഞാൻ കണ്ടില്ല, അറിയാതിരിച്ചതാ. കണ്ടില്ലെന്നോ? പിന്നെ നിന്റെ മുഖത്ത് എന്നാടാ 2 കണ്ണല്ലേ ഉള്ളത്? ഞാൻ പറഞ്ഞല്ലോ ബ്രോ, ഞാൻ അറിയാതിരിച്ചതാന്ന്. നീ സോറി പറഞ്ഞിട്ട് പോയാ മതി. എടി, അത് മറ്റേ ഗൗതമും എൻവു അല്ലേ? എടി വാടി, നമുക്ക് ക്ലാസ്സിൽ പോവാം. ഒരു സോറി അല്ലേ? അത് ഞാൻ പറയാം. സോറി. അവൻ സോറി പറഞ്ഞില്ലേ? ഇനി വാ, നമുക്ക് ക്ലാസ്സിൽ പോവാം. എൻ്റെ അടി, ആ ഗൗതം എന്തൊരു ഓവറാടി. ചോറി പറഞ്ഞാലേ അവൻ പോകത്തുള്ളൂ. അവനാര് ഗുണ്ടയോ? എടി മിയെ, ഇവക്ക് എന്താടി അസുഖം? അവൻ വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ ഈ ഒറ്റയ്ക്കിരുന്ന് പറച്ചില്. ഓ, അത് നോക്കണ്ട, അവൾ അവിടെ ഇരുന്ന് എന്തുവേണേ പറയട്ടെ. എടാ, നിന്റെ കൈക്ക് വല്ല കുഴപ്പമുണ്ടോ? വാ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് പോവാം വീട്ടിലോട്ട്. എന്നാ വാ, നമുക്കൊന്ന് പോയിട്ട് വരാം. ആദ്യം ഇവളെ കൊണ്ട് വീട്ടിൽ വിട്. മിയേട്ടാ, ഞാനും കൂടി വരാം. വീടിന്റെ കൈക്ക് കുറവില്ലല്ലോ, ഞാനും കൂടി വരാം. ഞാൻ പറഞ്ഞല്ലോ, നീ വരണ്ട. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ വരുന്നതല്ലേ. അപ്പോൾ അവിടെ ആരും ഇല്ലെങ്കിൽ അങ്ങനെ ശരിയാവുന്നേ. നീ വീട്ടിൽ പൊക്കോ. എന്നാൽ ഞാൻ ഇവളെ കൊണ്ടുവിട്ടിട്ട് വരാം. നീ ഇവിടെ തന്നെ നിന്നോണേ. ഇവൻ വീട്ടിൽ പോകുന്നില്ലേ? അവർ രണ്ടും പോയല്ലോ. ഓ, അമ്മച്ചി അപ്പയും പോയി. ഇനി ഞാൻ എവിടെയാണോ പോകേണ്ടത്? വാ. ഐ മിസ് യു മൈ ഹോം. ബൈ ബൈ. ഇനി 1 മാസം കഴിഞ്ഞ് കാണാം. നീ കയറി ചെല്ല്. എവിടെയാണ് വീട്? ഇതാണോ വീട്? തരക്കേടില്ല. നീ എന്താ ഇവിടെ? ഓഹോ, നീയാണല്ലേ ആ പുതിയ ഹോംമേറ്റ്. എന്റെ പൊന്നു ദൈവമേ, ഞാൻ ഇവളോടാണ് എനിക്ക് താമസിക്കണ്ടേ? ഇവളാണോ എന്റെ കസിൻ? എന്താ പറഞ്ഞേ? നിനക്ക് വേണമെങ്കിൽ ഇവിടെ താമസിച്ചാ മതി, എല്ലാം നീ പോകാം. എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. ഇവക്കിതെന്താ അസുഖം? കൊള്ളാലോ, ഇവിടെ കുറെ റൂം ഉണ്ടല്ലോ. ഹായ്, ഈ റൂം കൊള്ളാം. ഇതെടുക്കാം. ഒന്ന് കുളിച്ചിട്ടും വരാം. വന്നതല്ലേ ഉള്ളൂ. ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. എൻ്റെ കൈക്ക് ഒരു കുഴപ്പമില്ല. പോയി കുളിക്ക്. ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്നതല്ലേ, ചെല്ല്. അത് ഞാൻ നീ പറഞ്ഞില്ലെങ്കിലും ചെയ്യും. കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോയി കുളിക്കാം. പെട്ടെന്ന് കുളിച്ചിട്ട് പോയി കിടക്കാം. എനിക്കിനിയൊന്നും വയ്യ. വീട് വരെ നടന്ന്, വീട്ടിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് നടന്ന്. അതാരാ? ഇവളെന്താ ഇവിടെ?
ദൈവമേ, ഇനി ഞാൻ കണ്ടതെല്ലാം മാറിപ്പോയതാണോ? എന്നാലും ഇവളെങ്ങനെ ഇവിടെ? വെട്ടിൻ പായെടുത്ത് അതിന് മുട്ടാൻ